നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ഭാവി എന്ന് പറയുന്നത് ഒരു വലിയ പോസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അല്ലാതെ എന്തോ ഒരു വലിയ അൺസർട്ടനിറ്റി ആയിട്ട് ഇങ്ങനെ ഒരു അനിശ്ചിതത്വമാണ് മുന്നിലുള്ളത് എന്ന രീതിയിൽ ചിന്തിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഭാവി ജീവിതത്തിനെ കുറച്ചും കൂടി ഒന്ന് സേഫ് ആക്കണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇപ്പം കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് സേവ് ചെയ്യാനായിട്ടാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ഇപ്പോഴേ ആകുലപ്പെട്ട് എന്തൊരു കഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുല, അയ്യോ കുഞ്ഞിപ്പോൾ നഴ്സറിയിലായതേ ഉള്ളൂ, അതിന് പഠിച്ചു വരുമ്പോൾ എന്താവും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി അടുത്ത മാസം കഴിയുമ്പോഴേക്കും അത് പോയി കഴിഞ്ഞാൽ എന്തോ, ഇങ്ങനെ ആകുലപ്പെട്ട് നമ്മൾ എത്ര നാളാണ് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുക? അങ്ങനെയല്ല വേണ്ടത്. ഭാവിയിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ആ കാലം എത്തുമ്പോൾ നമ്മൾ അതെല്ലാം കണ്ടെത്തി അതെല്ലാം ചെയ്ത് തന്നെ മുമ്പോട്ട് പോകും. അല്ലാതെ ഇങ്ങനെ ആകുലപ്പെട്ട് ഇന്നത്തെ ദിവസം വെറുതെ കളയണ്ട. ഇന്ന് സമാധാനമായിട്ടിരിക്കും. സേവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വേണമെങ്കിൽ ചിന്തിക്കാം. നമുക്ക് ചിന്തിക്കേണ്ടത് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് വെറുതെ ഉള്ള നല്ല ദിവസം കളയാൻ വേണ്ടിയിട്ടല്ല ചിന്തിക്കേണ്ടത് കേട്ടോ.